ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഒരു വനിതാ വിഭാഗത്തിന് രൂപം നൽകിയിരിക്കുകയാണ്. സ്ത്രീകളെ ഇതുവരെ സായുധ ഓപ്പറേഷനുകളിൽ നിന്ന് വിലക്കിയിരുന്ന ഈ സംഘടനയുടെ ചുവടുമാറ്റം വാർത്താ തലക്കെട്ടുകളിൽ നിറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഈ നീക്കമെന്നത് ശ്രദ്ധേയമാണ്. ഇതേക്കുറിച്ചാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജിബിൻ, മസൂദ് അസർ ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്ന മസൂദ് അസറിന് നേതൃത്വം നൽകുന്ന സംഘടനയാണ് ജെയ്ഷെ മുഹമ്മദ്. ജെയ്ഷെ മുഹമ്മദിന് ഇപ്പോൾ ഒരു വനിതാ വിഭാഗം ഉണ്ടായിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് പെട്ടെന്നൊരു മാറ്റമാണ് ജെയ്ഷയിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇതുവരെ ഇല്ലാതെ ഒരു രീതി. കാരണം വെച്ചാൽ അവരുടെ ഒരു ഭീകര സംഘടനയാണ്. അമേരിക്ക അടക്കമുള്ള മിക്ക രാജ്യങ്ങളും ഭീകര സംഘടനയെ മുദ്രകുത്തിയപ്പെട്ട ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ മുദ്രകുത്തി. പെട്ടെന്നാണ് ഇവരുടെ സംഘടനയിലേക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തി ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിന് കാരണം? ജിബിൻ, നമ്മളെ ഈ സംഘടനയുടെ പേര് നമുക്ക് നോക്കാം. ജമാഅത്ത് ഉൽ മൊമിനാത്ത് എന്നാണ് ഈ സംഘടനയുടെ പേര്. അപ്പം സ്ത്രീകളെ ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ കൂട്ടായ്മ, വനിതാ വിങ് എന്നാണ് അറിയപ്പെടുന്നത്, ജമാഅത്ത് ഉൽ മൊമിനാത്ത്. ഇതിൻ്റെ അർത്ഥം വിശ്വാസികളായ സ്ത്രീകളുടെ കൂട്ടായ്മ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇതിൻ്റെ തലപ്പത്തേക്ക് കൂടെ നമുക്ക് നോക്കാം. മസൂദ് അസർ എന്ന് പറയുമ്പോൾ നമ്മുടെ പുൽവാമ അടക്കമുള്ള ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് മസൂദ് അസർ. പാർലമെൻറ്റ് ഭീകരാക്രമണം തൊട്ട് പുൽവാമ വരെയുള്ള അല്ലെങ്കിൽ പഹൽഗാം വരെയുള്ള ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് ഈ മസൂദ് അസർ. മസൂദ് അസറിൻ്റെ സഹോദരിയായ സദിയ അസറാണ് ഈ ജമാഅത്തുൽ മൊമിനാത്ത് എന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ വനിതാ വിങ്ങിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഈ സദിയ അസറിനെ കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഈ സദിയ അസറിൻ്റെ ഭർത്താവായിരുന്ന ഭീകരൻ യൂസഫ് അസർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് സദിയ അസറിന് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയ്ക്ക് ജെയ്ഷെ മുഹമ്മദ് രൂപം നൽകിയിരിക്കുന്നത്. അപ്പം മസൂദ് അസറിൻ്റെ സഹോദരിയാണ് സദിയ അസർ. ഈ സദിയ അസറാണ് ഈ ജമാഅത്തുൽ മൊമിനാത്ത് എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഈ സംഘടനയെക്കുറിച്ച് പറയുകയാണ്. സംഘടന രൂപീകരിച്ചു എന്നൊരു പ്രഖ്യാപനം നടത്തിയത് ഒരു കത്തിലൂടെയാണ്. മസൂദ് അസറിൻ്റെ പേരുള്ള ഒരു കത്തിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം ബഹാവൽപൂർ നമ്മൾ ഈ സംഘടനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനിലെ പഞ്ചാബിലെ ബഹാവൽപൂരിലാണ് ഈ സംഘടന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം, ഇപ്പോൾ നിലവിലുള്ള ആസ്ഥാനം. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ ഈ ബഹാവൽപൂർ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ ആ മർക്കസിന് നേരെ ഇന്ത്യ തകർത്തിരുന്നു. ഇന്ത്യൻ സൈന്യം തകർത്താണ്. അവിടെ വെച്ച് അവിടെ ഉണ്ടായിരുന്ന ജെയ്ഷെ ഭീകരന്മാരൊക്കെ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ബഹാവൽപൂരിലെ മർക്കസ് ഉസ്മാൻ ഒ അലിയിൽ വെച്ച് ഒക്ടോബർ 8 മുതൽ ഈ സംഘടനയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആരംഭിച്ചു എന്നാണ് ഈ അടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ അതോടൊപ്പം ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർമാരുടെ ഭാര്യമാരെല്ലാം ഈ സംഘടനയുടെ അംഗമാവും. അപ്പം അതോടൊപ്പം ഈ ജെയ്ഷയുടെ കേന്ദ്രങ്ങളുണ്ട്. ഒരുപാട് കേന്ദ്രങ്ങളിൽ ഈ മർക്കസുകളിൽ പഠിക്കുന്ന നിരാലംബരായ സ്ത്രീകളൊക്കെ ഉണ്ട്. പാകിസ്ഥാനിലെ നിരാലംബരായ സ്ത്രീകളും ഈ സംഘടനയുടെ ഭാഗമാകും. അങ്ങനെയാണ് ഈ ഒരു പുതിയൊരു ഭീകര സംഘടനയെ ജെയ്ഷെ മുഹമ്മദ് വളർത്തിക്കൊണ്ടുവരുന്നത്. കമാൻഡർമാരുടെ ഭാര്യമാർ, അതെ, അങ്ങനെയുള്ളവർ പിന്നെ ഉണ്ടെന്ന് പറയും. അതെ, കമാൻഡർമാരുടെ ഭാര്യമാരോടൊപ്പം ഈ പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഈ മർക്കസുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരും ഈ സംഘടനയിലേക്ക് ഉൾപ്പെടുത്താനാണ് ഈ ഭീകര സംഘടനയുടെ തീരുമാനം. എന്തായിരിക്കും ഇപ്പോൾ ഇവരെ പെട്ടെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാവുന്ന ഒരു ലക്ഷ്യം? പൊതുവായിട്ട് നമ്മൾ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ചാവേർ ആക്രമണമാണ്. ഒരു പക്ഷേ ഇവരുടെ അടുത്ത തന്ത്രം ഇന്ത്യയിലടക്കമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ചാവേർ ആക്രമണം നടത്തുന്നതാണ് ഇവരുടെ രീതി. ഇവരുടെ മോട്ടോയിലേക്ക് എന്നൊക്കെ നമ്മൾ തിരിച്ച് വരുന്നുണ്ട്. എന്താണ് ഇവരുടെ ലക്ഷ്യമെന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അതിനു മുമ്പ് ഇവരുടെ ഈ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ ചാവേർ ആക്രമണങ്ങളാണ്. ഒരുപക്ഷെ ഇതിലേക്കാകാം ഈ സംഘടനയുടെ നീക്കം എന്നത്. നമുക്ക് പരിശീലനങ്ങളൊക്കെ നടത്തിയ ശേഷം ഇതുപോലുള്ള മർക്കസുകളിലാണ് ഈ സംഘടനയുടെ പരിശീലനം നടക്കുന്നത്. പരിശീലന ശേഷം ഓരോരുത്തരെ കശ്മീരിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അയച്ചാണ് ചാവേർ ആക്രമണങ്ങൾ ഇവർ സംഘടിപ്പിക്കുന്നത്. ഇതോടൊപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കമാൻഡർമാരുടെ ഭാര്യമാരാണ് ഇതിൻ്റെ അംഗങ്ങളാകുന്നത്. അതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ. ഇതോടൊപ്പം ഈ ബഹാവൽപൂരിന് പുറമെ കറാച്ചി, മുസാഫർബാദ്, കോട്ട്ലി, ഹരിപ്പൂർ, മൻസേഖ കേന്ദ്രങ്ങളിൽ നിന്നാണ് റിക്രൂട്ട്മെൻ്റ് ഒക്കെ നടക്കുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ പരമ്പരാഗതമായിട്ട് ജെയ്ഷെ മുഹമ്മദ് സ്ത്രീകളെ ഈ സായുധ ഓപ്പറേഷനുകളിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ജെയ്ഷയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂരിലുണ്ടായ നാശം ചില്ലറയല്ല. അവരുടെ ഈ സാറ്റലൈറ്റ് വ്യൂകളൊക്കെ നമുക്ക് പുറത്തു വന്നിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇവരുടെ മർക്കസ് സുബനല്ല എന്നൊക്കെ പറഞ്ഞ ആ കേന്ദ്രങ്ങളിലേക്ക്, പരിശീലന കേന്ദ്രങ്ങളിലേക്ക് മുകൾ ഭാഗം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അങ്ങനെ വൻ നാശമാണ്
നാശമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊരു തിരിച്ചുവരാനുള്ള ശ്രമങ്ങളാണ്, ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള പദ്ധതികളിലൊക്കെ ഭാഗമായിരിക്കാം ഈ നീക്കമെന്നാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ജിബിൻ, അതോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂരിൽ ജയ്ഷയ്ക്കുണ്ടായ നാശം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ജയ്ഷയ്ക്ക് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ സംഭവിച്ചത്? നമ്മളെ രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ആക്രമണത്തിൻ്റെ ഒരു ശക്തമായ തിരിച്ചടിയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ. ഓൾറെഡി ഇന്ത്യ ഈ ജയ്ഷയുടെ അവരുടെ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡറിലുള്ള അവരുടെ സ്പോട്ടുകളൊക്കെ ഇന്ത്യ നേരത്തെ തന്നെ സ്പോട്ട് ചെയ്ത് വെച്ച സ്ഥലങ്ങളാണ്. കാരണം ഇന്ത്യക്ക് അങ്ങനെ കയറി അടിക്കണമെങ്കിൽ അതിനൊരു കൃത്യമായ സാഹചര്യം വേണ്ടിയിരുന്നു. അങ്ങനെ അവിടുത്തെ ഭീകരരുടെ കേന്ദ്രങ്ങളും അവരുടെ പ്രവർത്തന രീതികളും റിക്രൂട്ട്മെൻ്റ് അടക്കമുള്ള എല്ലാ വിവരങ്ങളും ഇന്ത്യയുടെ പക്കലുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് കയ്യിലുണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായിട്ട് ഈ ലക്ഷ്യസ്ഥാനങ്ങളെ ഫോക്കസ് ചെയ്ത് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയതും വിജയകരമായി ആ മൂവ്മെൻറ്റ് നടത്താൻ പറ്റിയതും. പക്ഷേ വലിയൊരു നാശനഷ്ടമാണ് ഈ ജയ്ഷയ്ക്ക് അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് ഇന്ത്യൻ ആക്രമണത്തിൽ സംഭവിച്ചത്. അവർ ജയ്ഷയെ അന്നും സമ്മതിച്ചിട്ടുണ്ട്, ഈ മസൂദ് അസർ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ നിന്നുള്ള സഹോദരിയുടെ ഭർത്താവ്, അനന്തരവൻ്റെ മകൻ, അങ്ങനെ കുറച്ച് അടുത്ത ബന്ധുക്കളടക്കം മരിച്ചു, ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അത്രയും വലിയ തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഈ പാക് ഭരണകൂടമൊന്നും ഇക്കാര്യത്തിലൊന്നും ഒരു പ്രതികരണം നടത്തില്ല. കാരണം വെച്ചാൽ അവർക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ രാജ്യാതിർത്തിക്കുള്ളിൽ ഇങ്ങനെ ഒരു ജയ്ഷെ പോലെ ഒരു ഭീകര സംഘടന മസൂദ് അസറിന്റെ കീഴിൽ അവർ ഓൾറെഡി പാകിസ്ഥാൻ നിരോധിച്ചൊരു സംഘടനയാണ്. ഒരു പ്രഖ്യാപനം, പേരിനൊരു പ്രഖ്യാപനം പോലെ. അതായത് അന്താരാഷ്ട്ര സമൂഹങ്ങളെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഔദ്യോഗികമായിട്ട് ഇവർ നിരോധിച്ചെന്ന് വാക്കാൽ നിരോധിച്ചുള്ളൂ. പക്ഷെ അവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ സജീവമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഇവർക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര നഷ്ടമാണ് സംഭവിച്ചത്. കാരണം വെച്ചാൽ ഇതുവരെ അവിടെ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ആസൂത്രണങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ചിഹ്നം ഭിന്നമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു മുൻപോട്ട് വരണമെങ്കിൽ അത് പഴയതുപോലെ എല്ലാം പുനഃസ്ഥാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക ഇതുകൊണ്ട് ധനസമാഹരണം അടക്കമുള്ള പ്രവർത്തികൾ മാസങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഡിജിറ്റൽ വഴിയാണ് പണമിടപാടുകളൊക്കെ ഫണ്ട് റൈസിങ് നടക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അടക്കം വലിയ തോതിൽ പണം കിട്ടുന്നുണ്ട്. അതുവഴി ഓൾറെഡി ഇങ്ങനെയുള്ള ഈ മർക്കസുകൾ ഉൾപ്പെടെ വീണ്ടും പുനഃസ്ഥാപിക്കാനും നിർമ്മിക്കാനുമുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. കോടിയുടെ എന്തോ പ്ലാനാണ് വലിയൊരു കോടികളുണ്ട്. ഒരു ഭീകരമായ നഷ്ടം സംഭവിച്ചു. അതിനൊപ്പം തന്നെ ഇതുവല്ല പുനർനിർമ്മിക്കുക എന്നുള്ളതിനൊപ്പം തന്നെ ആളുകളെ വീണ്ടും സജീവമാക്കി നിലനിർത്തുക എന്നുള്ള കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ പുതിയ വിങ്ങിനും കൂടെ. അതായത് പാകിസ്ഥാനിലുടനീളം 313 പുതിയ മർക്കസുകൾ പുനഃസ്ഥാപിക്കുന്നതിനായി 3.91 ബില്യൺ പാകിസ്ഥാൻ രൂപയുടെ പദ്ധതിയാണ് ജയ്ഷെ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതും അത്രയും വലിയൊരു അവരുടെ ആസൂത്രണം അവർ ഓൾറെഡി നടപ്പുണ്ട്. ഇത് പാക് സർക്കാരിൻ്റെ അറിവോടെ തന്നെ നടക്കുന്ന കാര്യമാണ്. പക്ഷേ അവർ കണ്ടില്ലെന്ന് അടിക്കാനേ പറ്റുള്ളൂ. കാരണം ഈ ജയ്ഷയുടെ ഒരു സാന്നിധ്യം പാക് സർക്കാരിന് ആവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ പാക് സൈന്യത്തിനും പാകിസ്ഥാൻ ഭരണകൂടത്തിനും പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഈ ഒളി യുദ്ധമാണ് അന്നും ഇന്നും പാകിസ്ഥാന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ജയ്ഷയുടെ ഒരു സാന്നിധ്യം അവർക്ക് ആവശ്യമാണ്. പക്ഷേ ഇത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇതുവരെ കെട്ടിപ്പടുത്ത എല്ലാ സകല സാഹചര്യങ്ങളും ഇവിടെ തകർന്നു. അപ്പോൾ ഇവർ പുനഃസ്ഥാപിക്കേണ്ടതും ഇവർ ജയ്ഷെ വളർന്ന് പഴയതുപോലെ ആകാൻ വേണ്ട ഒരു ആവശ്യകത പാകിസ്ഥാൻ സർക്കാരിൻ്റെ മുമ്പിലുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഈ ധനസമാഹരണം അടക്കമുള്ള കാര്യത്തിൽ മൗനാനുവാദം നൽകുന്നുണ്ട്. അതാണ് ഇവിടെ നടക്കുന്ന കാര്യം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ തകർക്കപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി ഇത് കൂടെ ഉണ്ട്. ഈ മദ്രസകൾ പോലെയാണ് പലയിടവും പ്രവർത്തിച്ചിരുന്നത്. പുറമേ നോക്കുമ്പോൾ മദ്രസകളായിട്ട് തോന്നുന്നു. പക്ഷേ അത് മദ്രസകളല്ല, അത് വലിയ ഏക്കർ കണക്കിന് സ്ഥലങ്ങളിൽ എല്ലാവിധ സൗകര്യങ്ങളുടെയും പരിശീലനം, അതായത് ആയുധ പരിശീലനം അടക്കം അവിടെ നടന്നത്. ആയുധ പരിശീലനം, നീന്തല്, കുതിരസവാരി, കുതിര പരിശീലനം. അതെ. അതായത് നമ്മുടെ ഈ ബോർഡറിലോട്ടൊക്കെ കിടക്കുമ്പോഴത്തേക്കും കുതിര ഉപയോഗിക്കുക, കുതിര വഴി പലരും ഭീകരർ വരുന്ന അങ്ങനെയൊക്കെയാണ്. സ്വാഭാവികമായിട്ട് അവർ കുതിരസവാരി അടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശീലനം നടത്തുന്നുണ്ട്. എല്ലാവിധം എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ ആ പരിശീലനം എല്ലാവരും നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അതെല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ലേ ഒരു രാത്രി കൊണ്ട് തകരുമ്പോൾ സ്വാഭാവികമായിട്ടും ജയ്ഷയുടെ ഒരു നട്ടലൊടിഞ്ഞ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവർക്ക് നിലനിൽപ്പിനൊരു ആവശ്യമാണ്. അവരുടെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു നിലനിൽപ്പാണ്. ജയ്ഷയുടെ ഒരു ലക്ഷ്യം തന്നെ എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് പാകിസ്ഥാൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നീക്കത്തിന് അവിടെ ഒരു വിഘാതം സംഭവിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചൊരു പ്രധാന കാരണം.
ഈ ജയ്ഷയുടെ ഒരു രൂപീകരണം എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ കാര്യമൊന്നുമല്ല. കാരണം വെച്ചാൽ പാക് സർക്കാരിൻ്റെ മൗനാനുഭവത്തോടെ തുടങ്ങിയ ഒരു തുടങ്ങിയ സംഭവമാണ്. അതിപ്പോൾ വളർന്ന് പന്തലിച്ച് ഇപ്പോൾ അവർ വലിയ നെറ്റ്വർക്കാണ്. വലിയ നെറ്റ്വർക്ക് ഇല്ലെന്നൊക്കെ പറയാൻ പറ്റും. വലിയ നെറ്റ്വർക്ക് തന്നെയാണ്. അതിനെക്കുറിച്ച് എന്താ ദീപുവിൻ്റെ അഭിപ്രായം? ജയ്ഷയുടെ രൂപീകരണം എന്ന ആദ്യം ജയ്ഷയുടെ പേര് നമുക്ക് നോക്കാം. ജയ്ഷെ മുഹമ്മദ് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണെന്ന് ആ പേരിൻ്റെ അർത്ഥം ആർമി ഓഫ് മുഹമ്മദ് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. അപ്പം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള സുന്നി ഇസ്ലാമിസ്റ്റ് സായുധ സംഘമാണ് ഈ ജയ്ഷെ. സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ജയ്ഷയുടെ തലപ്പത്തും ഒക്കെ ഉള്ളത്. അപ്പം ഇവരുടെ ആസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. പാകിസ്ഥാനിലുള്ള പഞ്ചാബിലെ ബഹാവൽപൂരിലാണ് ഇവരുടെ ആസ്ഥാനം. ഇതോടൊപ്പം 2000-ന്റെ തുടക്കത്തിലാണ് ഈ ഭീകര സംഘടനയ്ക്ക് രൂപം നൽകുന്നത്. അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1999 ഡിസംബർ 24 നമ്മുടെ കാണ്ഡഹാർ വിമാന റാഞ്ചിലുണ്ടല്ലോ, ആ വിമാന റാഞ്ച്, അതായത് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ വിമാനം റാഞ്ചി എടുത്ത് കാണ്ഡഹാറിൽ കൊണ്ടുപോയി, അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ കൊണ്ടുപോയി നമുക്ക് വിലപേശുകയാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ കസ്റ്റഡിയിലുള്ള മസൂദ് അസറിനെ വിട്ടു നൽകിയാൽ ഈ വിമാനത്തിലുണ്ടായിരുന്ന ആ യാത്രക്കാരെ ബന്ദിയാക്കി വെച്ചിരുന്നവരെ മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ത്യ അവരുടെ ജീവന് വേണ്ടി ഈ ഒരു ഇത് പ്രവൃത്തി ചെയ്യുകയാണ്. അതായത് മസൂദ് അസറിനെ ജയ്ഷയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെയാണ് അതിനുശേഷമാണ് ഈ ജയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ രൂപീകരണം വരുന്നത്. അത് നമ്മൾ ഈ വിമാന റാഞ്ചിയ ടീംസ് എന്ന് പറയുന്നത് ഹർക്കത്ത് ഉൾ മുജാഹിദീൻ സംഘാംഗങ്ങളായിരുന്നു. ഇവരെ ഈ ഹർക്കത്ത് ഉൾ മുജാഹിദീൻ അംഗങ്ങളും ഇവരെല്ലാം കൂടിയാണ് ഈ മസൂദ് അസറിൻ്റെ നേതൃത്വത്തിൽ ജയ്ഷെ മുഹമ്മദിന് രൂപം നൽകുന്നത്. അപ്പം ഈ മസൂദ് അസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2001 പാർലമെൻറ്റ് ആക്രമണം, അമേരിക്കൻ മാധ്യമപ്രവർത്തകനായ ഡാനിയൽ പേലിൻ്റെ കൊലപാതകം, 2016 പത്താൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ആക്രമണം വരെ ഈ മസൂദ് അസറിൻ്റെ പങ്ക് ഇന്ത്യൻ ഏജൻസികൾ തെളിയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഹർക്കത്ത് ഉൾ മുജാഹിദിൻ്റെ സംഘങ്ങളാണ് ജയ്ഷെ മുഹമ്മദിന് പിന്നിൽ ഉള്ളത്. പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഇന്റർ സർവീസസ് ഇൻ്റലിജൻസിൻ്റെ പിന്തുണ ഇവർക്കുണ്ട്. അതോടൊപ്പം താലിബാനുമായും അൽ ഖ്വയ്ദയുമായൊക്കെ ഇവർക്ക് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ഇതൊക്കെ തെളിയിച്ച കാര്യങ്ങളാണ്. ഇതോടൊപ്പം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് 2002 പാകിസ്ഥാൻ ഈ സംഘടനയെ നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ നിരോധിച്ച സംഘടനയെ പാകിസ്ഥാനിൽ ഇത്രയും പന്തലിച്ച് വളർന്ന് വലിയ വലിയ കേന്ദ്രങ്ങളൊക്കെ പണിത് ഈ മർക്കസ് സുബ്ഹാനല്ലാഹ് പോലുള്ള കേന്ദ്രങ്ങളൊക്കെ പണിത് പകൽ വെളിച്ചത്തിൽ ഇവർ ഭീകരപ്രവർത്തനങ്ങൾക്ക് പരിശീലനങ്ങൾ നടക്കുന്നത്. ഇതോടൊപ്പം നമുക്ക് പറയാനുള്ളത് ഇവരുടെ ലക്ഷ്യം, ഈ സംഘടനയുടെ പ്രവർത്തനത്തെ കൂടി നമുക്ക് നോക്കാം. ഈ സംഘടനയുടെ തലപ്പത്ത് മസൂദ് അസറാന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പം മസൂദ് അസറിൻ്റെ സഹോദരി വനിതാ വിഭാഗത്തിൻ്റെ തലപ്പത്തേക്ക് വന്നെങ്കിൽ അതുപോലെ തന്നെ മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ തന്നെയാണ് ഈ സംഘടനയുടെ നേതൃത്വം നിയന്ത്രിക്കുന്നത്. മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ സംഘടനയുടെ ഓരോ വകുപ്പുകൾക്കും നേതൃത്വം നൽകുന്നത്. ഇതോടൊപ്പം സംഘടനയുടെ ലക്ഷ്യം ജിമിൻ നേരത്തെ പറഞ്ഞിരുന്നത് അത് തന്നെയാണ്. ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റി പാകിസ്ഥാൻ്റെ ഭാഗമാക്കുക എന്നതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം, ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത്. ഇവരുടെ രീതി എന്ന് പറയുന്നത്, അതായത് കാശ്മീരിലെ പ്രശ്നങ്ങളുണ്ടല്ലോ, കാശ്മീരിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ പിടിവള്ളിയാക്കിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അത് കത്തിച്ചിട്ട് അതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാനായിട്ടാണ് ഇവരുടെ അജണ്ടയിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ഇവർ ശ്രമം നടത്തുന്നത്. അതൊക്കെ ഇന്ത്യൻ സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ട് അത് പരാജയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവരുടെ രീതി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞായിരുന്നു, ചാവേർ ആക്രമണമാണ് രീതി. അതായത് ഉന്നതർ, സൈനിക വൃത്തങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, സൈനിക സ്ഥാപനങ്ങൾ, ഇതൊക്കെയാണ് ലക്ഷ്യം വെച്ചുള്ള ചാവേർ ആക്രമണം. നമുക്കറിയാം പുൽവാമ ചാവേർ ആക്രമണം നമുക്കറിയാം. ആ രീതി അതുപോലുള്ള ചാവേർ ആക്രമണങ്ങളാണ് ഇവർ പദ്ധതിയിടുന്നത്. കൂടുതലായിട്ടും ഗറില്ല മോഡൽ പരിശീലനങ്ങളാണ് ഇവർ ചെയ്യിക്കുന്നത്. അതായത് ഈ പഞ്ചാബിലെ മദ്രസകളിൽ വെച്ച് ഈ പരിശീലനങ്ങൾക്ക് നൽകുന്നു, അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നു, പരിശീലനങ്ങൾ നൽകുന്നു. ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് വലിയ റാലികൾ വരെ ഇവർ പബ്ലിക്കായിട്ട് തന്നെ ഇവർ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ പ്രവർത്തനം പോകുന്നത്. ഇന്ത്യക്ക് ഇപ്പം പാകിസ്ഥാന് പുറമെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ദക്ഷിണേഷ്യക്ക് പുറത്തു വരെ ഉണ്ട്. അതായത് UK-യിലും US-ലും ഒക്കെ വരെ ഇവരുടെ ശാഖകൾ, ബ്രാഞ്ചുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കൂടുതലായിട്ട് ഇവർ അതായത് പെട്ടെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ സംഘങ്ങളായിട്ടാണ് ഇവർ പ്രവർത്തിച്ചു വരുന്നത്, ചെറിയ യൂണിറ്റുകളായിട്ടാണ്. അതുകൊണ്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. ധനസമാഹരണം അങ്ങനെയാണ് നടക്കുന്നത്. അതെ. അപ്പം അങ്ങനെ ചെറിയ രീതിയിലാണ് ഇവർ ഗ്രൂപ്പുകളായിട്ടുള്ള പ്രവർത്തനമാണ് ഇവർ നടത്തുന്നത്. അപ്പം നമുക്കിപ്പോൾ ഇന്ത്യക്കെതിരായി ഇവരുടെ ആക്രമണങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ 2001 ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. ശ്രീനഗറിലെ ജമ്മു കാശ്മീർ നിയമസഭയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. അന്ന് 30 പേരാണ് കൊല്ലപ്പെട്ടത്. 2001 ഇന്ത്യൻ പാർലമെൻറ്റിന് നേരെ അറ്റാക്ക് ഉണ്ടായി. അത് 9 പേര് അന്ന് കൊല്ലപ്പെട്ടു. 2016
പത്താൻകോട്ട് എയർബേസിന് നേരെ ആക്രമണം ഉണ്ടായി. അങ്ങനെ ഒരു സെക്യൂരിറ്റി പേഴ്സണൽ അവിടെ കൊല്ലപ്പെട്ടു. അതോടൊപ്പം 2016 ഉറി ആക്രമണം, പിന്നെ 2019 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ച പുൽവാമയിലെ ആക്രമണം, ഇതിനൊക്കെ പിന്നിൽ ഇവരാണ്. ജെയ്ഷെ ഭീകര സംഘടനയായിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര ഇടപെടലുകളുടെ ഫലമാണ് ഈ മസൂദ് അസറിനെ ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2019 ഈ പ്രഖ്യാപനം നടന്നത്. ഇന്ത്യക്ക് പുറമെ US, യൂറോപ്യൻ യൂണിയന്, UK, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ജെയ്ഷെയെ ഭീകര സംഘടനയാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിബിൻ, ഇതൊക്കെയാണ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവരുടെ പ്രവർത്തന രീതിയൊക്കെ നോക്കുകയാണെങ്കിലും, ഇവരുടെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇവരെ ഭീകര സംഘടനയെ പ്രഖ്യാപിച്ചതൊക്കെയാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിനെ കുറിച്ച് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഓടിച്ചു പറയാൻ പറ്റുന്നത്. ഇതോടൊപ്പം പറയേണ്ട ഒരു കാര്യമാണ് ജിബിൻ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജെയ്ഷെയുടെ കേന്ദ്രങ്ങൾക്ക് വൻ തകർച്ച ഉണ്ടായെന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഈ കേന്ദ്രങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്, ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക. അതേക്കുറിച്ചും കൂടി നമുക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അതായത് ഈ ജെയ്ഷെയുടെ അവരുടെ പ്രധാന കേന്ദ്രമായിട്ട് പറയപ്പെടുന്നത് പഞ്ചാബ് പ്രദേശിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ബഹാവൽപൂരിലെ കേന്ദ്രമാണ്. പക്ഷെ അവിടെ കറക്റ്റായിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. നമ്മൾ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പാകിസ്ഥാൻ പുറത്തുവിട്ടില്ലെങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. അന്താരാഷ്ട്ര ഏജൻസികൾ വരെ പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ അത് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. തകർന്ന കെട്ടിടങ്ങൾ കാണുന്നുണ്ട്, അവരുടെ ക്യാമ്പുകൾ തകർന്നത് കാണുന്നുണ്ട്. അങ്ങനെ തകർച്ചയുടെ ഒരു വ്യക്തമായ ചിത്രം കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇവർ ക്യാമ്പ് മാറും അല്ലെങ്കിൽ പുതിയ ഒരു കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്ന കാര്യത്തിൽ നമുക്ക് എവിടെയാണെന്നൊക്കെ പറയാൻ പറ്റില്ല. കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവർ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിക്രൂട്ട്മെൻറ്റ് നടത്തുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആളുകളെ എല്ലാവിധ രീതിയിലും സജ്ജമാക്കി അവർക്ക് പരിശീലനം നൽകുകയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളടക്കം ഉള്ള ക്യാമ്പുകളായിട്ട് തന്നെയായിരിക്കും പ്രവർത്തിക്കുക. അത് സ്വാഭാവികമായിട്ടും ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവർ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജെയ്ഷെയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വലിയ അവരുടെ ഒരു അംഗങ്ങളുടെ ഇടയിൽ ഒരു ചിഹ്ന ഭിന്നമായ അവസ്ഥയുണ്ട്. അപ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ ലഷ്കർ-ഇ-തൊയ്ബ പോലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്നതും അല്ലെങ്കിൽ താലിബാൻ പോലുള്ള സംഘടനകളൊക്കെ ആയിട്ട് നേരത്തെ ഇവർ ആശയപരമായ കാര്യങ്ങളിൽ ഓരോ നിലപാടായിരുന്നെങ്കിലും ഒരു ചേർന്ന് പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞിടെയായിട്ട് ലഷ്കർ-ഇ-തൊയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ, തെഹരിക്ക, ഈ താലിബാൻ ഉള്ള സംഘടനകളൊക്കെ ആയിട്ട് ഇവർ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അംഗബലത്തിലുണ്ടായ ഒരു കുറവാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ ഓപ്പറേഷൻ സിന്ദൂരിലുണ്ടായ നാശനഷ്ടങ്ങൾ, കാരണം അവരുടെ ആയുധശേഖരത്തിലടക്കം നാശനഷ്ടം സംഭവിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് മുന്നോട്ടുള്ളൊരു വളർച്ചയും മുന്നോട്ടുള്ള പോക്കിനും ഇനി സ്വാഭാവികമായിട്ടും വളരെ ഒരു പിന്തുണ ആവശ്യമുണ്ട്. അതിന് സ്വാഭാവികമായിട്ട് പാക് സർക്കാരിൽ നിന്ന് അവർക്ക് പിന്തുണ കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇല്ലാതെ ഈ ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കില്ല. അപ്പോൾ ഇവർക്ക് അംഗബലം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ത്രീകൾ ഉൾപ്പെടുത്തിയുള്ള യൂണിറ്റുകളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഈ ചാവേറുകളായിട്ടായിരിക്കും സ്ത്രീകളെ സ്വാഭാവികമായിട്ട് ഉൾപ്പെടുത്തുക. ഈ നമ്മുടെ IS, ഹമാസ് പോലുള്ള സംഘടനകളും ബൊക്കോ ഹറാം ഒക്കെ സ്ത്രീകളെ ചാവേറുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതും ചാവേറുകളായിട്ട് തന്നെയായിട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ വലിയൊരു സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്തി അല്ലെ പഴയതുപോലെ വീണ്ടും വലിയൊരു രീതിയിൽ ഇവർക്ക് സജീവമാണെങ്കിൽ ധനസമാഹരണം വേണം, ഫണ്ട് വേണം. അതിനുവേണ്ടി ഫണ്ട് സമാഹരണം ആരംഭിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ എങ്ങോട്ടാണ്, ഏത് സുരക്ഷിതമായ കേന്ദ്രം എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ ഖൈബർ പഖ്തൂൺഖ്വ എന്ന് പറഞ്ഞൊരു ഏരിയയിലേക്ക് ഇവർ മാറി എന്നുള്ള റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അത് ഇതുവരെ ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരോ നമുക്ക് പറയുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ഇന്ത്യ കേന്ദ്ര സർക്കാരിന് അതിനുള്ള റിപ്പോർട്ട് കിട്ടും. നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരണം നടത്തേണ്ടതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ ആശയപരമായിട്ടും പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ നമ്മൾ നല്ല ഒരു അകൽച്ചയാണുള്ളത്. പല വിഷയങ്ങളിലും നമ്മൾ തുറന്ന് സംസാരിക്കുന്നുണ്ട്, പാകിസ്ഥാനെതിരെ സംസാരിക്കുന്നുണ്ട്, പാകിസ്ഥാൻ തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടിയാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പരസ്യമായ പ്രതികരണം ഉണ്ടാവും. പക്ഷെ അതുവരെ ഈ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് നിശ്ചയിക്കാനോ കണ്ടെത്താനോ പറയാം. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇവർ താവളം മാറ്റി തുടങ്ങുകയാണ്. കാരണം വെച്ചാൽ പഴയ സ്ഥലത്ത് അവർക്ക് നിലനിൽപ്പില്ല. കാരണം വെച്ചാൽ ഓൾറെഡി ഇന്ത്യക്ക് അവിടുത്തെ കാര്യങ്ങളും എല്ലാം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്
കറക്റ്റ് സമയത്ത് നല്ല രീതിയിൽ ഇന്ത്യക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സുരക്ഷിതമായ സ്ഥലമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് കൂടുതൽ ജനവാസ കേന്ദ്രങ്ങളോട്ട് അടുക്കാൻ സാധ്യതയുണ്ടാകും. കുറച്ചില്ല പാകിസ്ഥാനിലെ ഒരു വലിയ ഭാഗങ്ങൾ ഈ ഗോത്രഭാഗങ്ങളൊക്കെ ഉള്ള ഏരിയ കൂടുതലുണ്ട്. അവിടെയൊക്കെ പ്രവർത്തനം സുരക്ഷിതമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാണ് കൂടുതൽ. അവിടെ ഒരു ആക്രമണം നടത്തിയാൽ ഇപ്പം ഇന്ത്യ പോലെ ആക്രമണം നടത്തിയാൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് ചിത്രീകരിക്കാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് ഇവരുടെ പ്രവർത്തന മേഖല വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്.